ഹലോ ഗൈസ്. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അത് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യണം കേട്ടോ. ഇന്നലെ വൈകിട്ട് കമ്പനിയിൽ നിന്ന് എനിക്കൊരു 6 മണിക്ക് ഇറങ്ങാം. ഇന്നലെ വൈകിട്ട് സാറ് പറഞ്ഞ് ഒരു കസ്റ്റമർ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ കസ്റ്റമറുടെ ലൊക്കേഷൻ വന്നത് പെരുമ്പാവൂർ ആ ഭാഗമാണ്. ഞാനങ്ങനെ ആ കസ്റ്റമറിനെ കോണ്ടാക്ട് എന്തോ പരമേശ്വരൻ, അതാണ് പുള്ളി എന്തോ ശരിക്കും പറഞ്ഞ ഒരു വണ്ടികളോട് ഒരുപാട് ക്രേസ് ഉള്ള ഒരാളാണ്. അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ. മക്കളൊക്കെ വിദേശത്താണ്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എൻജിനീയറാണ്, പിന്നെ ഒരാൾ അവർക്ക് തന്നെ അവിടെ ദുബായിലായിട്ട് എന്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ആ വർക്ക്ഷോപ്പിൽ മാനേജറാണ്. അങ്ങനെയൊക്കെ വലിയ സെറ്റപ്പാണ്. അവിടെ ഒരു പഴയ 800 നമ്മുടെ ഈ ഡോൾഫിൻ പറയില്ലേ, ഡോൾഫിൻ മോഡൽ 800 അത് പുള്ളിപ്പാണത് കിടുക്കനായി വെച്ചേക്കണം. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. ഇപ്പോൾ 5% ആയിട്ട് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 5% താഴെ ആയിപ്പോയി. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡിങ് ഈ ഫോണിൽ പറ്റില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് ആ വണ്ടിയുടെ വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ പുള്ളി പറഞ്ഞു, ആളാണ് അടിപൊളി മൈൻഡുള്ള ആളാണ്ടാവുക. ആൾ പറഞ്ഞു ആ വഴി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കയറണം, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു കാര്യങ്ങൾ, കുറേ സംസാരിച്ചു. നല്ല അടിപൊളി മനുഷ്യൻ. പക്ഷെ എനിക്ക് ആ ഒരു വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ മാത്രം പറ്റുള്ളൂ. വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചെങ്കിലും ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ പുള്ളീനെ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടൊരു വീഡിയോ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ ഞാൻ ഒപ്പിച്ച് വെച്ചേനെ. പക്ഷേ അതൊന്നും സാധിച്ചില്ല. ജസ്റ്റ് ഒരു ചെറിയ 2 ഫോട്ടോ എടുക്കാൻ മാത്രം പറ്റുള്ളൂ എനിക്ക്. വണ്ടി അടിയൊക്കെ പണിത് നല്ല പുത്തൻ വണ്ടിയാക്കി വെച്ചേക്കാണ് പുള്ളി. പുത്തൻ വണ്ടിയാക്കി വെച്ചേക്കാണ്, ഒന്നുമില്ല. സീറ്റ് കവറും എല്ലാം ഒരു തുള്ളി തുരുമ്പില്ലെന്ന് വേണം പറയാനായിട്ട്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ആളെന്തോ ക്ലബിലൊക്കെ ഉണ്ട്. അത് വെച്ച് തന്നെ മൂന്നാർ പോയി കുറേ കഥ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ സർവീസ് എടുത്ത് പോകുന്നത്. അടിപൊളിയായിരുന്നു. എന്തായാലും ആ ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ കണ്ടു നോക്കി. ചിലപ്പോൾ ആ വണ്ടി ഏതൊരു ക്ലബിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു, ഞാൻ മറന്നു ആ ക്ലബിൻ്റെ പേര്. എന്തായാലും നല്ല പരിചയം ഉണ്ടാവും ആ വണ്ടി. എന്തായാലും ഇത് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഓക്കെ.